ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സമൂസ ഷീറ്റ് വെച്ച് ഒരു അടിപൊളി പോള ഉണ്ടാക്കാം. അരക്കപ്പ് തേങ്ങയും കുറച്ച് പഞ്ചസാരയും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഓരോ ഷീറ്റും വെള്ളത്തിലൊന്ന് നനച്ച് മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കാം. മുട്ടയിൽ നമ്മൾ പാലും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മുക്കി നനച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് നിരത്തി വെക്കാം. അതുപോലെ തന്നെ സമൂസ ഷീറ്റ് മുട്ടയിൽ മുക്കി അതുപോലെ തന്നെ തിരിച്ച് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഫില്ലിങ് വയ്ക്കാം. ലെയറുകളായിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പോള റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ബാക്കിയുള്ള ഫില്ലിങ്ങും ഇട്ട് ലാസ്റ്റ് നമ്മൾ ബാക്കിയുള്ള മുട്ടയുടെ ബാറ്ററും അതിൻ്റെ മുകളിലായി തൂകാം. പിന്നെ ഒരു സൈഡ് നമുക്ക് കൈകൊണ്ട് തന്നെ ഒതുക്കി നമുക്ക് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചാൽ നമുക്കിത് കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ കിട്ടും. ഇതുപോലെ സൈഡെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മുകളിൽ ചേർത്ത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ബാക്കി മുട്ടയുടെ ബാറ്ററും ഒഴിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ആയപ്പോൾ നല്ല രീതിയിൽ പോള റെഡിയായി. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ച് കമത്തിയെടുക്കാം. ഒരു ഭാഗം റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് വെച്ച് ഒരു ഭാഗം കൂടി ഒരു 5 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ പോള റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നോമ്പ് തുറ സ്പെഷ്യലായ നമ്മുടെ മുട്ട പോള ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.